നമസ്കാരം. ജൂലൈ മാസം ആരംഭിക്കുകയാണ്. എന്നാൽ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ശിവകടാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, ശിവകടാക്ഷത്താൽ ഈ മാസം ഐശ്വര്യം നിറയാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ശിവകടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഏതൊരു കാര്യത്തിലും വിജയം നേടുവാനും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരാനും സഹായകരമാണ് എന്ന കാര്യം കൂടി ഓർക്കുക. കൂടാതെ ഈ സമയം ഭാഗ്യം കൂടി നിങ്ങളെ തുണയ്ക്കുന്നതാകുന്നു. ബഹുമാനം വർദ്ധിക്കുന്നതാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്നതായ ബഹുമാനം വർദ്ധിക്കും. പ്രതിസന്ധികളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. നിങ്ങൾ നിരാശപ്പെടുന്നതായ ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ അഥവാ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശിവകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരുവാനും തന്മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലാകുന്നു. വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ പല കാര്യങ്ങളിലും വിയോജിപ്പുകളുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ കാര്യങ്ങളെ ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർക്കും ശിവകടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. പല എതിർപ്പുകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാം. ജോലി ലഭിക്കുവാൻ അനുകൂലമായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഏതൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പോസിറ്റീവ് ഊർജം ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ അത് ഫലപ്രദമായി തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരം അഥവാ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർക്കും ശിവകടാക്ഷത്താൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മുടങ്ങിപ്പോയതായ പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു. ശുഭകരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. സാമ്പത്തികപരമായി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ അത് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ധനപരമായ ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്ന സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല വ്യക്തികളിൽ നിന്നും സഹായം വന്നു ചേരാം. പല കാര്യങ്ങളിലും അത്തരത്തിൽ സഹായങ്ങൾ വന്നു ചേരുന്നതിനാൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശിവകടാക്ഷത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ശിവകടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ ശിവകടാക്ഷത്താൽ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിലവിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. സംതൃപ്തി വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. അനുകൂലമായ അന്തരീക്ഷമാണ് എന്ന് തന്നെ പറയാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഐക്യം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് ഗാർഹികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. അസാധ്യമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാര്യസാധ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാകുന്നു. അനാവശ്യമായി ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ഉത്കണ്ഠകൾ എല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യത്തെ ബാധിക്കുവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും തീർച്ചയായും നിങ്ങൾ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സമയം തന്നെയാണ് ഇത്. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശിവകടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന കാര്യം ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പരമശിവനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഭഗവാന് ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രം ശിവക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം ഈ മാസം നിങ്ങൾ അണിയുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. കാരണം വന്നു ചേരേണ്ട പലവിധ ദോഷകരമായ ഫലങ്ങളെയും അപകടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.